നിരവധി മുത്തുമണികൾ ഒരു ചരടിൽ കോർക്കുന്നതാണ് കൊന്ത ജപമാല. കുടുംബം നിരവധി മുത്തുമണികളാണ്. അപ്പാപ്പൻ, അമ്മാമ്മ, വല്യപ്പൻ, വല്യമ്മ, അപ്പൻ, അമ്മ, മക്കൾ എല്ലാവരെയും കോർക്കുന്ന ചരടാണ് കുടുംബ പ്രാർത്ഥന. അതുകൊണ്ട് കുടുംബങ്ങളിൽ ജപമാല ചൊല്ലണം. ജപമാല ചൊല്ലാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം. ദാമ്പത്യം എന്ന വാക്ക് ദം ദാനം ചെയ്യുക, പത്യം ഒരുമിച്ച് സഹിക്കുക. ഇന്ന് ഒരു വലിയൊരു അപകടം എന്ന് പറയുന്നത് പ്രണയക്കെണികളാണ്. മറ്റ് മതങ്ങളിലേക്ക് പ്രേമിച്ചു കൊണ്ടുപോകുന്നു, ആവശ്യമില്ലാത്ത സുഹൃത്തുക്കളും സ്ഥാപിക്കുന്നു. അതിന് അടിസ്ഥാനം മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു പരിശീലനമാണ്. നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തണം. മതം മാറിയുള്ള പ്രണയബന്ധങ്ങളിലേക്ക് പോകരുത്. നർമ്മത്തിൽ കലർന്ന സംസാരത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കാപ്പിപ്പൊടിയച്ഛൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, നമ്മുടെ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു തിന്മയാണ് പ്രണയക്കണികൾ. നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ യുവജനങ്ങളെ പ്രണയക്കണിയിൽ വീഴ്ത്തി കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ. എങ്ങനെയായിരിക്കാം നമുക്കൊരു ചെറുത്തുനിൽപ്പിൻ്റെ സുവിശേഷം അവിടെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്? ഇന്ന് ഒരു വലിയൊരു അപകടം എന്ന് പറയുന്നത് പ്രണയക്കണികളാണ്. മറ്റ് മതങ്ങളിലേക്ക് പ്രേമിച്ചു കൊണ്ടുപോകുന്നു, ആവശ്യമില്ലാത്ത സുഹൃത്തുക്കളും സ്ഥാപിക്കുന്നു. അതിന് അടിസ്ഥാനം മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു പരിശീലനമാണ്. നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തണം. മതം മാറിയുള്ള പ്രണയബന്ധങ്ങളിലേക്ക് പോകരുത് എന്നുള്ള അടിസ്ഥാന ബോധ്യം പഠിക്കുന്ന കാലം മുതലേ കുഞ്ഞുങ്ങളിൽ കൊടുക്കണം. നമുക്ക് മറ്റ് മതങ്ങളിലൊക്കെ ഇത്രയും വേദപാഠമൊന്നും ഇല്ലെങ്കിലും കുറേ കൂടെ ഒരു തീക്ഷ്ണതയും നിലനിൽപ്പുണ്ട്. എല്ലാ വേദപാഠവും പഠിക്കുന്ന നമുക്കിടയിലാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള വിപത്തുകളിൽ നിന്ന് ഒത്തിരി കാണുന്നത്. ഒന്ന്, പേരൻസ് പറയണം ജീവിത വിശുദ്ധി, കുടുംബ പാരമ്പര്യം, ജീവിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങൾ. അത് കുഞ്ഞുങ്ങൾക്ക് അമ്മ മുലപ്പാലിനൊപ്പം തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. രണ്ട്, നമ്മുടെ സൺഡേ സ്കൂളുകളിൽ ഇതിൻ്റെ വിപത്തും അപകടവും ഭാവികാല പരാജയവും മൂല്യങ്ങൾ ചോരുന്നതും ഈ കാര്യവും പറഞ്ഞു പതിപ്പിക്കണം. അങ്ങനെ പതിപ്പിച്ചിട്ട് ഇത് നിഷേധിക്കപ്പെട്ട ഒന്നാണ്, ഇതിലേക്ക് അരുത് എന്നുള്ള ധാർമ്മിക അവബോധം കുഞ്ഞു മനസ്സുകളിൽ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിച്ചാലേ നേടാൻ പറ്റുള്ളൂ. മുതിർന്ന നിശ്ചിത പ്രായമായി കഴിയുമ്പോൾ വികാരം വിവേകത്തിന് വഴിമാറും, പിന്നെ തിരുത്താൻ പറ്റുകയില്ല. ബാല്യകാലം മുതലെയുള്ള ഒരു പരിശീലനം ഹൃദയങ്ങളിൽ ആഴമായിട്ട് പതിപ്പിച്ചാൽ അങ്ങനെയുള്ള ഗതിയിൽ നിന്നും ഒത്തിരി മാറാൻ പറ്റും. അച്ഛാ, നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ദൈവവിളി കുറയുന്നു. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നുള്ള ദൈവവിളി കുറയുവാനുള്ള കാരണങ്ങൾ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ഒന്നാമതായി കുടുംബങ്ങളിൽ അംഗസംഖ്യ കുറവാണ്. അപ്പം അങ്ങനെയുള്ള കുറവുള്ള കുടുംബങ്ങളിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട്, കുടുംബത്തിൽ തന്നെ എതിർപ്പായിരിക്കും. അത് ഒരു അന്തരീക്ഷം. രണ്ടാമത്, ഇന്നത്തെ ശാസ്ത്രീയ ലോകം, പഠനം, അറിവ്, അങ്ങനെ പലതും കൂടുതലായിട്ട് വരികയും ദൈവിക കാര്യങ്ങളിലുള്ള മങ്ങൽ, പ്രാർത്ഥന, കൗതാശി ജീവിതം, ബൈബിൾ വായന, ഇതിലൊക്കെയുള്ള കുറവ്. അങ്ങനെയുള്ള കുറവ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പൗരോഹിത്യ സന്യാസ വിളിയിൽ നിന്നും ഒരകൽച്ച വരാം. വേറൊരു വലിയ ഒരു പ്രശ്നം, യേശുവിൻ്റെ പതിവായിരുന്നു പ്രാർത്ഥന. മാതാപിതാക്കളുടെയും പണ്ടത്തെ പതിവായിരുന്നു പ്രഭാത പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, കുമ്പസാരം, കുർബാന. കാരണവന്മാർ ആ പതിവ് തെറ്റിച്ചു. ഇപ്പം മക്കൾക്ക് നോക്കുമ്പം മാതൃകയില്ല. വിശുദ്ധനായ 23-ാം യോഹന്നാൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോകുമ്പം കണ്ടത് മുട്ടുകുത്തി സകല പുണ്യവാളന്മാരുടെ ലുത്തിനിയ ചെല്ലുന്ന എൻ്റെ അപ്പനെയും അമ്മയും. രാവിലെ എഴുന്നേപ്പം കാണുന്നത് കർത്താവിൻ്റെ മലാഖ ചെല്ലുന്ന അപ്പനെയും അമ്മയുമാണ്. അപ്പം അവരുടെ ആ മാതൃക എൻ്റെ ജീവിതത്തെ കാര്യമായിട്ട് സ്വാധീനിച്ചു. ഇന്ന് കുടുംബങ്ങളിൽ മക്കൾക്ക് മാതൃകയാകുന്ന മാതാപിതാക്കളുടെ എണ്ണം കുറഞ്ഞു വന്നു. അങ്ങനെ ജപമാല ചൊല്ലി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ തട്ടുകേടില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കൊന്ത പോലെ ഒന്നിച്ച് നിൽക്കുക. അതാണ് കുടുംബത്തിൻ്റെ ബലം. ആ ബലത്തിലേക്ക് കുഞ്ഞുങ്ങളെ നിർബന്ധമായും ചേർത്ത് പിടിക്കാൻ അറിവുള്ളവർ ശ്രമിക്കണം. സാമൂഹിക സ്വാധീനം, മാതൃകയുടെ അഭാവം,
ഇതെല്ലാമാണ് ഇന്ന് ദൈവവിളി കുറയുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. കപ്പൂച്ചിൻ സഭയിൽ നിന്ന് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ പോകുന്ന ഒരു ആത്മീയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ആർമണ്ട് മാധവത്തച്ഛൻ. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട പുത്തമ്പുര അച്ഛന് നമ്മുടെ സമൂഹത്തോട് പറയുവാനുള്ളത്? ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അച്ഛനുമായി അടുപ്പം. 1980 ഭരണങ്ങാനം മൈനസ് സെമിനാരിയിൽ ഞാൻ ചേരുന്നത്. ആ സമയത്തൊക്കെ അച്ഛൻ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വലിയ ധ്യാനഗുരുവായിരുന്നു. അസീസി ധ്യാനമന്ദിരം അതിൻ്റെ സ്ഥാപകനാണ്. അതിൻ്റെ എല്ലാമായിരുന്നു ആർമണ്ട് അച്ഛൻ. 1988-89 കാലഘട്ടത്തിൽ എൻ്റെ നിത്യവ്രതത്തിന് മുമ്പ് ഒരു വർഷം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഭരണങ്ങാനത്ത് പ്രസ്സിലായിരുന്നപ്പം അച്ഛനോടൊപ്പം പലപ്പോഴും സംസാരിക്കുകയും വർത്തമാനം പറയുകയും ഒത്തിരി നേരം സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു വലിയ പ്രത്യേകത കാണുന്നത് പ്രാർത്ഥനയുടെ ഒരു വലിയ മനുഷ്യനായിരുന്നു. എത്ര രാത്രി യാത്ര കഴിഞ്ഞ് വന്നാലും സകരാരുടെ മുന്നിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുന്ന അച്ഛനെ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് പരിഭവങ്ങളോ പരാതികളോ ഒന്നും ഇല്ല. എന്തു വേദന വന്നാലും സന്തോഷത്തോടെ. രോഗം വന്നപ്പോഴും സുസ്മേരവധനായി അത് സ്വീകരിച്ച ഒരച്ഛൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഓരോ പേജിലും ഓരോരോ കാര്യങ്ങൾ. ആത്മീയ ആഹ്ലാദം, പ്രാർത്ഥന, സഹനത്തിന് തൃപ്തി, പരാതിയില്ലാത്ത ജീവിതം, എല്ലാവർക്കും എപ്പോഴും ഉണർവ് കൊടുക്കുക, ആത്മീയമായൊരു ഉണർവ് കൊടുക്കുക. ഇതായിരുന്നു അച്ഛൻ്റെ ഒരു ശൈലി. അപ്പം കൂടുതൽ ജീവിച്ചതിൻ്റെ ഓർമ്മ ഇപ്പോഴും നന്നായിട്ടുണ്ട്. മനസ്സ് നിറയെ സന്തോഷം തരുന്ന, മാതൃക തരുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ആർമണ്ട് അച്ഛൻ്റെ. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ യുവസമൂഹം ലിവിങ് ടുഗദറിലേക്ക്, പ്രത്യേകിച്ച് കുടുംബം അത് ഒരു കോൺസെപ്റ്റ് അല്ല, ലിവിങ് ടുഗദറാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ക്രൈസ്തവ സമൂഹം മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഒരു യുവജനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയായിരിക്കാം ഇങ്ങനൊരു മാറ്റത്തിന് കാരണം? ലിവിങ് ടുഗദർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുറച്ച് കാലങ്ങളായി പടിഞ്ഞാറൻ ലോകത്തിൽ ആരംഭിച്ച് ലോകമെങ്ങും പടരുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു നിശ്ചയ ചെറിയൊരു ശതമാനത്തിൻ്റേതേ ഉള്ളൂ കേരളത്തിലൊക്കെ അങ്ങനെ വരുമ്പം ആഗ്രഹിക്കുന്നവർ. അതൊരു മോഡലായിട്ട് എടുക്കാനില്ല. ഇപ്പം നമ്മൾ പറയും ഒരു മാവിൽ 100 മാങ്ങ 10 എണ്ണം ചീഞ്ഞതും 90 എണ്ണം നല്ലതും. നമ്മൾ ചീഞ്ഞ മാങ്ങകളെയാണ് കാണുക. അതുപോലെയാണ് ലിവിങ് ടുഗദർ പോലുള്ള കാര്യങ്ങളിലും ശരിയല്ലാത്ത ജീവിതം നയിക്കുന്ന കുറേ പേരെ അങ്ങനെ കാണിക്കുന്നു. പക്ഷെ ഒന്നാമത് അതിനകത്തൊരു അപകടം ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളതാണ്. ലിവിങ് ടുഗദറിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കേണ്ട, ചുമ്മാ കൂട്ടായിട്ടങ്ങ് ജീവിച്ചു പോകാം. അതിനകത്തൊരു വാല്യൂ സിസ്റ്റം നമുക്ക് കാണിക്കാൻ പറ്റുകയില്ല. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ ആ ഫ്രണ്ട്ഷിപ്പും എപ്രകാരമുള്ളതെന്ന് ആഴങ്ങളിൽ നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഇതൊരു മാതൃകയല്ല, ആരും പ്രൊമോട്ട് ചെയ്യുന്നതുമല്ല. ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഒരു ഹീറോയിസം പോലെ, അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാൻ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തൊരു സൈക്കോളജിക്കൽ ഡീവിയേഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് വിലയിരുത്തുന്നത്. ഒരിക്കലും ഒരു മാതൃകയല്ല, അത് ശരിയല്ല. ശരി, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉത്തരവാദിത്വമുള്ള ഭർത്താവ്, ഉത്തരവാദിത്തമുള്ള ഭാര്യ, പിതാവ്, മാതാവ്, ആ രീതിയിൽ പോകുന്നതാണ് മാതൃക. ഇതൊരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റുകയില്ല.